സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ അതിന്റെ അവസാനം പറഞ്ഞില്ലേ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ നിളാമ വഹിയ റമീം ഖുൽ യുഹീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഒരു ധിക്കാരിയായ മനുഷ്യൻ ഉണങ്ങിയ ഒരു എല്ലെടുത്തു, ദ്രവിച്ച ഒരെല്ലെടുത്തു. ആ എല്ല് പിടിച്ചിങ്ങനെ ഞെക്കിയിട്ട് പൊടിപൊടിയായി ആ എല്ലങ്ങോട്ട് വീണുപോയി. ദ്രവിച്ച എല്ല് പൊടിപൊടിയായി വീഴുമ്പോൾ ഇവൻ ചോദിക്കുകയാണ്, ഇതിനെ ആർക്കാണ് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുക? ഇങ്ങനെ പൊടിപൊടിയായി വീഴുന്ന വസ്തുവിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അല്ലാഹു പറയാണ്, ഖുൽ പറയൂ നബിയേ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ. അതിനെ ആദ്യം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുത്തരില്ലേ, അവൻ തന്നെയാണ് അതിനെ ജീവിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷം പങ്കിടുന്ന സമയം, ആ സമയത്ത് ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ബീജം, സുബ്ഹാനല്ലാഹ്, അത് വളരെ ചെറുതാണ്. ഒരിന്ദ്രിയതുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശങ്ങൾ നിന്നുള്ളൊരു ചെറിയ അംശമാണ്. ആ ചെറിയ അംശമെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല. നമ്മളെ കൊറോണ വൈറസ് ഉണ്ടല്ലോ, ആ കൊറോണ വൈറസ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. പക്ഷേ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, അത്രയും ചെറുതാണ്. പക്ഷേ അതുണ്ടാക്കിയ നാശം പറയാനില്ല. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. തെറ്റ് ചെയ്യുന്ന ആളുകൾ തെറ്റുകളിൽ നിന്ന് മടങ്ങി നന്നാകാൻ വേണ്ടി വലിയ ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് നമ്മൾ ചില ഡോസ് കൊടുക്കും, നമ്മൾ ചില ശിക്ഷകൾ കൊടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സജദയിൽ. ആ സൂറത്തു സജദയിൽ പറഞ്ഞതുപോലെ ഈ ഭൂമി ലോകത്ത് വെച്ച് ധാരാളം തമ്മാടിത്തം ചെയ്യുന്ന ജനങ്ങൾ ഉണ്ടായപ്പോൾ, അക്രമകാരികൾ ഉണ്ടായപ്പോൾ, സ്വന്തം അച്ഛനെയും അമ്മയെയും ബാപ്പയെയും ഉമ്മയെയും ചീത്ത വിളിക്കുന്നവരും തല്ലുന്നവരും കൊല്ലുന്നവരും ഉണ്ടായപ്പോൾ, അതേ മദ്യപാനികൾ ഉണ്ടായപ്പോൾ, വ്യഭിചാരികൾ ഉണ്ടായപ്പോൾ, വട്ടി വാങ്ങുന്നവരുണ്ടായപ്പോൾ, ഹറാമും ഹലാലും നോക്കാതെ ബിസിനസ് നടത്തുന്നവരുണ്ടായപ്പോൾ, ചെയിൻ ബിസിനസിന്റെ പേരിൽ പലരുടെയും സംഖ്യ തട്ടിപ്പറിക്കുന്ന പല തട്ടിപ്പുകാരും വന്നപ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്നവരും ഹറാമും ഹലാലും നോക്കാതെ സുഖം അനുഭവിക്കുന്നവരും അല്ലാഹു പൊരുത്തപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്നവരും സ്വന്തം അയൽവാസികളുമായി പിണങ്ങുന്നവരും സ്വന്തം കുടുംബവുമായി തെറ്റി ജീവിക്കുന്നവരും ചെറിയവരോട് കാരുണ്യമില്ലാത്തവരും വലിയവരോട് ബഹുമാനമില്ലാത്തവരും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരും സയ്യിദന്മാരെ നിന്ദിക്കുന്നവരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഔലിയാക്കളെ കുറ്റം പറയുന്നവരും എന്തിനധികം പറയണം? നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ മാത്രമുള്ള നാടാണെന്ന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പിന്നെ അഹങ്കാരം പറയണോ? സുബ്ഹാനല്ലാഹ്, സലഫികളുടെ അൽമനാർ 2010 ജൂലൈ മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സലഫിയുടെ നേതാവ് എഴുതിയത് എന്താണ്? എഴുതിയത് സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും ചില നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്, നബി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള അഹങ്കാരികൾ, ഈ രൂപത്തിലുള്ള അവിശ്വാസികൾ, ഹബീബായ നബി തങ്ങളെ വിശ്വസിക്കാത്തവർ, ഞാൻ ചോദിക്കട്ടെ, ഹബീബായ നബി തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് ഇവൻ പറയാൻ ഇവൻ അല്ലാഹു തആല പറഞ്ഞേച്ച മറ്റൊരു നബിയാണോ?
അല്ല മലക്കാണോ? ഇവനത് പറയാൻ എന്താണ് അധികാരം? നബി തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് പറയാൻ ഇവനാരാണ്? അതവൻ ചിന്തിച്ചിട്ടില്ല. അവന്റെ അഹങ്കാരമാണ്, അവന്റെ അഹംഭാവമാണ്. അവൻ ഹബീബ് നബി തങ്ങൾക്ക് പിഴവ് പറ്റിയതാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നതോ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞേച്ച അല്ലാഹു പറയുമ്പോ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ സ്വീകരിക്കാതെ സലഫി പറയുന്നു മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ വിധത്തിലുള്ള തോന്നിവാസികളും അവിശ്വാസികളും ഒക്കെ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല സ്വന്തം ബാപ്പ ഉമ്മയെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുന്ന മക്കളും, സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന ഭർത്താക്കന്മാരും, സ്വന്തം ഭർത്താവിനെ അതാ നോക്കുകുത്തിയായി നിർത്തിയിട്ട് ആ ഭർത്താവ് നിർമ്മിച്ചു കൊടുത്ത വീട്ടിലേക്ക് അന്യപുരുഷന്മാരെ ക്ഷണിച്ച് കൊണ്ടുവരുന്നവരും, ഭർത്താവ് കൊടുത്ത ടെലിഫോൺ ഉപയോഗിച്ച് അന്യപുരുഷന്മാരെ വിളിച്ച് ചാറ്റ് ചെയ്യുന്നവരും, അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നവരും, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നവരും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഭർത്താവിനോട് അനീതി ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകളും, അതേപോലെ തന്നെ അന്യ സ്ത്രീയെ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന, അന്യ സ്ത്രീയെ വിളിച്ച് ശല്യം ചെയ്യുന്ന ചെറുപ്പക്കാരും യുവാക്കളും, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയെ അതാ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരും. ഒന്നുകൂടി പറയട്ടെ, പരിശുദ്ധ ഖുർആൻ വഅസിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. അവരെ ചീത്ത വിളിക്കരുത്, അവരെ ബാപ്പയെ പറയരുത്, അവരെ ഉമ്മയെ പറയരുത്, അവരെ ആങ്ങളെ അവരുടെ മുന്നിൽ വെച്ച് വഷളാക്കരുത്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഭർത്താവ് പറയരുത്. വഅസിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് വളരെ നല്ല നിലയ്ക്ക് പെരുമാറണം, അവർക്ക് സന്തോഷം കൊടുക്കാൻ ഭർത്താവല്ലാതെ അവർക്ക് വേറെ ആരുണ്ട്? അവർക്ക് ചെലവ് കൊടുക്കാൻ ഭർത്താവല്ലാതെ വേറെ ആരുണ്ട്? അവർക്ക് നല്ലത് കേൾക്കാൻ ഭർത്താവല്ലാതെ ആരുണ്ട്? ആകയാൽ ഈ പെണ്ണിന് സർവ്വസമാധാനവും സ്നേഹവും കൊടുക്കേണ്ട ഭർത്താവ് ഭാര്യയെ ശല്യം ചെയ്യുന്നവനായാൽ സ്വന്തം അയൽവാസിയോട് വലിയ കടപ്പാടാണ്, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും. എന്നാൽ സ്വന്തം അയൽവാസിയെ ശല്യം ചെയ്യുന്ന ജനങ്ങളായാൽ കുടുംബബന്ധം ചേർക്കൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കുടുംബത്തിൽപ്പെട്ടവർ തമ്മിൽ മിണ്ടാതെയായാൽ ഇങ്ങനെ തെറ്റുകൾ ധാരാളം ചെയ്യുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ശിക്ഷ ഇറക്കും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. തെറ്റുകളിൽ നിന്ന് മടങ്ങി നന്നാകാനാണ്. അങ്ങനെയുള്ളൊരു വലിയ ശിക്ഷ കൊറോണ വൈറസ്. ആ ശിക്ഷ വന്നപ്പോൾ ആ വൈറസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത്രയും ചെറുതാണ്. പക്ഷേ അതിന്റെ ശക്തി വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, ആ വൈറസ് അത് ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്ക് കൂടി അവരുമായി കൂടിപ്പെരുമാറുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ്, എല്ലാവരും ദൂരെ ദൂരെ ദൂരെ. മറ്റേക്ക് കൊറോണ ഉണ്ടായിട്ടല്ല, കൊറോണ ഉണ്ടോ സംശയിച്ചിട്ട്. ഇപ്പുറത്തുള്ള കൊറോണ ഉണ്ടായിട്ടില്ല, കൊറോണ സംശയിച്ചിട്ട്.
എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന സലഫി ആശയമുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയമുണ്ടല്ലോ, ജമാഅത്ത് അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമുണ്ടല്ലോ, വ്യാജ തുരീഖത്തിന്റെ ആശയങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തീവ്രവാദം ഭീകരവാദത്തിന്റെ ഒക്കെ ആശയങ്ങളുണ്ടല്ലോ. അത്തരം ആശയങ്ങൾ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളുള്ള ആളുകളുമായി സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, അവരായിട്ട് അടുക്കാൻ പാടില്ല. കാരണം ആ രോഗമെങ്ങാനും നമ്മളെ ഈമാന് പറ്റിയാൽ, ആ രോഗമെങ്ങാനും നമുക്ക് പകർന്നാൽ നമ്മുടെ ശരീരമല്ല തകരുന്നത്, ഈമാനാണ് തകരുന്നത്. അത് പരിഹരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും. നമ്മൾ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും പരിഹസിക്കുന്നവരും ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമായ ആളുകളെ കണ്ടാൽ, അള്ളാഹ് എന്ന് സംശയിപ്പിക്കുന്ന യുക്തിവാദിയെ കണ്ടാൽ, നിരീശ്വരവാദിയെ കണ്ടാൽ, മതവിരോധിയെ കണ്ടാൽ, അതുപോലെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നവരെ കണ്ടാൽ, ഇസ്ലാമിൽ പുത്തൻവാദം കൊണ്ടുവരുന്നവരെ കണ്ടാൽ, അള്ളാഹ് പറയാണ് ഫഅഅരിദ് അൻഹും, തിരിഞ്ഞു കളയണം. ആ വൈക്ക് പോകാൻ പാടില്ല, അവനുള്ള ഭാഗത്തേ പോകാൻ പാടില്ല. ഫഅഅരിദ് അൻഹും, തിരിഞ്ഞു കളയണം. ഇനി ശൈത്താൻ നിനക്ക് മറതി കൊണ്ടുവന്ന് തന്നു, അങ്ങനെ നീ ആ പുത്തൻവാദിയുടെ കൂടെ, സലഫിന്റെ കൂടെ, ജമാഅത്തുകാരന്റെ കൂടെ, തബ്ലീഗുകാരന്റെ കൂടെ, തീവ്രവാദിയുടെ കൂടെ, അല്ലെങ്കിൽ അതാ വർഗീയവാദിയുടെ കൂടെ, അല്ലെങ്കിൽ യുക്തിവാദിയുടെ കൂടെ നീ ഇരുന്നു പോയാൽ, മറന്നിട്ട് ഇരുന്നു പോയാൽ, ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ടിരുന്നു പോയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ കൂടെ ഇരുന്നു പോയാൽ, ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അവരൊക്കെ അക്രമികളാണ്, അവരുടെ കൂടെ ഓർമ്മ വന്നാൽ ഒരു സെക്കൻഡും ഇരിക്കാൻ പാടില്ല. കാരണം ആ രോഗം നിനക്കും പകർന്നാലോ. അപ്പൊ കോവിഡിനെക്കാളൊക്കെ ഗൗരവമുള്ള രോഗമാണ് ഈമാൻ തെറ്റിച്ചു കളയുന്ന രോഗം. അത്തരത്തിലുള്ള രോഗമുള്ള കക്ഷികളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നത്. അബൂ ഹനീഫ തങ്ങൾക്ക് സംശയമുണ്ടാക്കാനാണ് വരുന്നത്. വന്നിട്ടാണ് ചോദിക്കുന്നത്, ഈ ലോകം സൃഷ്ടിച്ച പടച്ചവനുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഞാൻ മറ്റൊരു വിഷയത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ആൻസർ കിട്ടിയിട്ടേ നിങ്ങളെ ചോദ്യം എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്നോട് സമയം വാങ്ങിയിട്ട് വന്നതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്കതിന്റെ മറുപടി കിട്ടേണ്ട ചിന്തയിലാണ്. അപ്പോഴാണ് അവരെന്താണ് സംശയം എന്ന് ചോദിച്ചത്. ഈ കപ്പൽ, കടലിലുള്ള ഒരു കപ്പൽ, അത് നിയന്ത്രിക്കാൻ ആരുമില്ലാതെ, അത് നിർമ്മിക്കാൻ ആരുമില്ലാതെ താനേ കപ്പൽ ഉണ്ടാകുന്നു. ആ കപ്പൽ താനേ ചരക്കുകൾ കയറുന്നു, ഇറങ്ങുന്നു. ആ കപ്പൽ താനേ പുറപ്പെടുന്നു, സമയമൊന്നും തെറ്റുന്നില്ല. ഇത്ര കൃത്യമായി ഇങ്ങനെ ഒരു കപ്പൽ പോകുന്നത് കണ്ടപ്പോ ഇതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയാണെന്ന് പറയുമ്പോ അവര് പറയാണ്, ലാ യഖൂലു ആഖിലുൻ, ഒരു ബുദ്ധിയുള്ളവൻ അങ്ങനെ ഒരു സംഭവം നടക്കൂന്ന് പറയൂല. അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, പിന്നെ ഒരു ബുദ്ധിയുള്ളവൻ ഈ ആകാശഭൂമികളൊക്കെ ഇത്രയും കൃത്യമായി അതിന്റെ പിന്നിൽ ഒരു ശക്തിയുള്ളവന്റെ പ്രവർത്തനമില്ലാതെ നടക്കുമെന്ന് അതാ ബുദ്ധിയുള്ളവന് പറയാനൊക്കുമോ? ഭൂമിയിലുള്ളതെല്ലാം അത്ഭുതങ്ങളാണ്. അതിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഇന്ദ്രിയത്തുള്ളിയുടെ ഒരു ലക്ഷത്തിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരു ചെറിയൊരു അംശം, ആ അംശം മുഖേന അല്ലാഹു തആല അതേ പെണ്ണിന്റെയും പുരുഷന്റെയും, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും, അത് രണ്ടും സങ്കലനം നടത്തിയിട്ട് കുട്ടി ജനിക്കുകയാണ്. അതുണ്ടാകാൻ ഇവിടെ തന്നെ ഞാൻ വന്നപ്പോൾ പലരും കുട്ടിയില്ലാത്തത് കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കളില്ലാത്തവർ, അല്ലാഹുവേ അവർക്കൊക്കെയും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഭാര്യയുമായി മക്കളുണ്ടാകണം എന്ന നിലക്ക് ബന്ധപ്പെടുന്നവർ,
അവർ ഭാര്യക്ക് മെൻസസ് ഉണ്ടായ ദിവസം മുതൽക്ക് കൂട്ടിയിട്ട് ഏകദേശം ആ സ്ത്രീ ചിലപ്പോൾ 6 ദിവസം മെൻസസ് ഉള്ളവളാകാം, ചിലപ്പോൾ 7 ദിവസം മെൻസസ് ഉള്ളവരാകാം, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് മെൻസസ് നിൽക്കുന്ന സ്ത്രീകളാകാം. സ്ത്രീകളുടെ മെൻസസിന്റെ ഏറ്റവും ചെറിയ പീരീഡ് 1 ദിവസമാണ്, 24 മണിക്കൂറാണ്. അത് സാധാരണ നിലക്ക് 6 or 7 ദിവസമാണ്, കൂടിയാൽ 15 ദിവസമാണെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ 15 കഴിഞ്ഞിട്ടും സ്ത്രീകൾ രക്തം കാണുന്നുവെങ്കിൽ അത് മെൻസസ് അല്ല, രോഗസംബന്ധമായതാണ്. അപ്പോൾ അവര് നിസ്കരിക്കണം. ആ 15 ശേഷമുള്ള ദിവസങ്ങൾ മെൻസസ് കണ്ടാലും അവര് രക്തം കണ്ടാലും അത് മെൻസസായി കാണരുത്, അവര് നിസ്കരിക്കണം, അവര് കുളിക്കണം, നിസ്കരിക്കണം. അതുപോലെ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും പ്രത്യേകമായി അവർ വുളൂഎടുക്കണം. അതേ കാരണം അവരുടെ വുളു മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തം പോകുന്ന സ്ഥലത്ത് പരുത്തിയും മറ്റും വെച്ച് നന്നായി ഭദ്രമായി കെട്ടണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിയമമുണ്ടല്ലോ. അത് 15 ദിവസം കഴിഞ്ഞ് പിന്നെയും നടക്കുന്നുവെങ്കിലാണ് സമയമായതിനു ശേഷം തന്നെയാകണം വുളൂഎടുക്കുന്നത്. അവർ 15 ദിവസമായാൽ കുളിച്ച് വൃത്തിയാകണം. കാരണം ഹൈദ് വരുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകൂല. 1 ദിവസത്തിൽ കുറവാണെങ്കിലും അതുപോലെ തന്നെ മെൻസസ് അല്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ആ മെൻസസിന്റെ പീരീഡിനിടയിൽ ചില ശുദ്ധികൾ ഉണ്ടാകും. ഉദാഹരണത്തിന് 3 ദിവസം രക്തം കണ്ടു, പിന്നെ 2 ദിവസം കണ്ടില്ല, 5ാമത്തെ ദിവസം വീണ്ടും കണ്ടു. അങ്ങനെ വന്നാൽ ഇടയ്ക്കുള്ള ശുദ്ധിയും കൂടി മെൻസസിൽ പെട്ടതാണ്. അതും കൂടി നിസ്കാരം ആവശ്യമില്ലാത്ത സമയമാണ്. അവര് ശുദ്ധിയായിട്ടില്ല, അത് ബാഹ്യമായ ശുദ്ധിയാണ്, അവരുടെ മെൻസസ് നിന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള മസ്അലകളൊക്കെ നിങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അറിയാത്തവർ ചോദിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. പഠിച്ചാലല്ലേ ഒരു മനുഷ്യന് അവന്റെ കർമ്മങ്ങൾ നല്ല നിലക്ക് നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു മെൻസസ് ആരംഭിച്ച ദിവസം മുതൽക്ക് ഒരു 13 ദിവസം അങ്ങനെ ആകുമ്പോ അവിടുന്ന് അങ്ങോട്ടൊരു 4-5 ദിവസം തുടർച്ചയായി ഭാര്യയുമായി ബന്ധപ്പെടുന്ന വ്യക്തിക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം ആ സമയത്താണ് രണ്ടും കൂടി സങ്കലനം നടത്താനുള്ള ചാൻസ് ലഭിക്കുന്നതെന്ന് ഡോക്ടർമാര്, വൈദ്യന്മാര്, വിവരമുള്ളവര് പറയുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് മക്കളില്ലാതിരിക്കാനുള്ള കാരണം അവര് അവരുടെ നാട്ടിൽ ഭാര്യയുമായി കൂടി ജീവിക്കുന്നത് ഈ പറഞ്ഞ 5-6 ദിവസം തീരെ നാട്ടിലുണ്ടാവൂല, മറ്റുള്ള സമയമൊക്കെ നാട്ടിലുണ്ടാകും. ഞാൻ ഒന്നിച്ചിട്ട് ജീവിച്ചിട്ടും മക്കളുണ്ടായില്ല എന്ന് ചിലർ കംപ്ലൈന്റ് പറയും. അവര് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഒരാൾക്ക് കുട്ടിയെ കൊടുക്കാൻ തീരുമാനിച്ചാൽ കുട്ടി ലഭിക്കും. അല്ലാഹു നിശ്ചയിച്ചതെല്ലാം ഇവിടെ നടക്കും, നിശ്ചയിക്കാത്തതൊന്നും നടക്കൂല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതുവരെ അത്ര വലിയ വിഷമൊന്നും ഉണ്ടാവില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് ഏത് കാര്യവും നടക്കും. അതിനു മുമ്പ് നടക്കൂല, അതിന്റെ ശേഷവും നടക്കൂല. ലോകത്തൊരു കാര്യവും അല്ലാഹു തീരുമാനിക്കാത്തത് നടക്കൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാത്തതുണ്ടാകൂല. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. നമ്മളൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിച്ചിരിക്കണം. ഞാനിവിടെ പ്രസംഗിക്കണമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ പ്രസംഗിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിച്ചാലേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കൂല. ഞാൻ ഉദ്ദേശിച്ചാൽ കാര്യം നടക്കൂല. അല്ലാഹു തആല അത് നടക്കണം എന്ന് ഉദ്ദേശിച്ചാലേ കാര്യം നടക്കുള്ളൂ, അല്ലേ നടക്കൂല. അതുകൊണ്ടല്ലേ ചിലര് എഴുന്നേൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ചിലര് കൈ പൊക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, കൈ പൊങ്ങുന്നില്ല. ചിലര് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല. ചിലര് കേൾക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, കാതുണ്ട് പക്ഷേ കേൾക്കുന്നില്ല. ചിലർക്ക് കണ്ണുണ്ട് പക്ഷേ കാണുന്നില്ല. ചിലർക്കതാ ബ്രെയിനുണ്ട് പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്നില്ല.
അല്ലാഹു ഉദ്ദേശിച്ചേ ഇവിടെ ഉണ്ടാകുള്ളൂ, അല്ലാത്തത് ഉണ്ടാകൂല. വലിയ ലാഭം കിട്ടണമെന്ന് ഉദ്ദേശിച്ചാണ് ബിസിനസ് തുടങ്ങിയത്. പക്ഷേ മുതലടക്കം നഷ്ടമായി പോയി. കാരണം ഉദ്ദേശിച്ചത് നടന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചത് നടന്നു, അവൻ ഉദ്ദേശിച്ചത് നടന്നില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല. ഇവിടെ അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.